പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കേരളത്തിൽ നിലനിന്നിരുന്ന ആയോധന വിദ്യകൾ അഭ്യസിച്ചിരുന്ന കളരി ഇന്നും നിലനിൽക്കുന്ന കരുനാഗപ്പള്ളി തഴവയിലെ പയറ്റ് കളരി അഭ്യസിപ്പിക്കുന്ന കളരിയിലാണ് ഇന്ന് നമ്മളുള്ളത്. എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു കളരി എന്ന് പറയുന്ന ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഞാൻ 12ാമത്തെ വർഷമാണ്. ആരാ ഗുരുനാഥനായിരുന്നു? ഇടുക്കിയിലെ വേദഗുരുകുലത്തിലെ ആശാൻ ഗുരുക്കൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒഴിഞ്ഞ് കേരള ചീഞ്ഞട്ടി തടുത്തുത്തലിട്ട് ഈ കളരിയിൽ തന്നെ പല അഭ്യാസ മുറകളൊക്കെ ഉണ്ടല്ലോ. കളരിക്കുള്ളിലുള്ള അഭ്യാസ മുറകൾ എന്ന് വെച്ചാൽ സെക്ഷനാണ്. അതായത് ആദ്യം കുട്ടികളെ ശരീരം വഴങ്ങാൻ വേണ്ടിയുള്ള മെയ്ത്താരി എന്ന് പറയുന്ന മെയ് അഭ്യാസം, അത് കഴിഞ്ഞ് ചെറിയ വടികൾ എടുത്തു തുടങ്ങും, അത് കഴിഞ്ഞ് ആയുധങ്ങൾ എടുത്തു തുടങ്ങും, അത് കഴിഞ്ഞ് വെറും കൈ, പിന്നെ ചികിത്സാ രീതികൾ, അങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകുന്നത്. യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ വരുത്തുന്നു, അപ്പൊ അവർ കയ്യിൽ പിടിക്കും, ഒറ്റത്തിരിക്കും ആള് പോകുന്നത്, അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് നമുക്കൊന്ന് പ്രായോഗികമായിട്ട് കാണിക്കാം. ഇതാണ് കാണിക്കുന്നത്. ഇയാൾക്ക് ഒരു വർഷമായിട്ട് കളരി വയറ്റുന്ന ആളാണ്. അപ്പം ഇയാളെ പോലും ഞാൻ പറയാണ്, ഒരു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളായാൽ പോലും പിടിച്ചേ, ഇതുണ്ടോ, ഈ അടിക്കുന്ന കൈ തടുത്ത് പിടിച്ച് ഈ കൈ മടങ്ങിയാലേ അത് ചെയ്യാൻ പറ്റൂ. മടക്കിയൊന്നും കണ്ടോ, ഇത് മടങ്ങില്ല. മനസ്സിലായില്ലോ? ഇനി എത്ര വർഷപ്പോയിന്റ് എത്ര അമർത്തി പിടിച്ചാലും നമ്മൾ വിചാരിച്ചത് മടങ്ങില്ല, നടത്താൻ പറ്റും. നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ അയാൾക്ക് മാത്രമേ ഈ കൈ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഇവിടെ നേരെ ഇടിച്ചാൽ മാത്രമേ ഇത് ബ്രേക്ക് ആവും, എന്നിട്ട് വലിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ.